സുഹൃത്തുക്കളെ, പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ എന്ന പേരിൽ ജനം വിശേഷിപ്പിക്കപ്പെടുന്ന സഖാവ് വി എസ് അസുഖം ഭേദമാകട്ടെ എന്ന്, കഴിവതും വേഗം അസുഖം ഭേദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഖാവ് വി എസിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 12ാം കോൺഗ്രസോ 13ാം കോൺഗ്രസോ എനിക്ക് ഓർമ്മയിൽ, സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വി എസ് സെക്രട്ടറിയാണ്. ഞാനും എൻ്റെ മൂത്ത ചേട്ടനും കൂടെ കൂടി സംസ്ഥാന സമ്മേളനം കൂടാൻ പോകുമ്പോൾ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗം 3 മണിക്കൂറിലധികം നീണ്ടു നിന്നു. അന്നാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അതിനുശേഷം എം വി രാഘവനെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് കടുത്തുരുത്തി അമ്പ്രാൻ റോഡിൽ നടന്ന പ്രൗഢം ഗംഭീരമായ ചടങ്ങിലും സഖാവ് വി എസിൻ്റെ ആ നർമ്മം കലർന്ന നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗം അന്ന് കേട്ടിരുന്നവരെല്ലാം ആവേശഭരിതരാക്കി. 1991 എനിക്ക് തോന്നുന്നു പാം ഓയിൽ കേസ് നിയമസഭയിൽ വി എസ് ഉന്നയിക്കുന്ന കാലത്താണ്. പ്രതിപക്ഷ നേതാവാണ്. ഞാൻ DYFI ബ്ലോക്ക് സെക്രട്ടറിയാണ്. DYFI ബ്ലോക്ക് സമ്മേളനം ഞീടൂർ പഞ്ചായത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ സഖാവ് കേക്കോടും സഖാവ് വൈക്കമ്പശനോടും പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ മുൻകൈ എടുത്ത് വി എസിനെ നീടൂർ കൊണ്ടുവരണം. നീടൂരിൽ വി എസിനെ ആരും കണ്ടിട്ടില്ല. കേക്കെ പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. കുശും ചേർന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. 3-4 സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടും അയ്യോ പുള്ളി അങ്ങ് വരികയില്ല, സഖാവങ്ങ് വരാൻ സാധ്യതയില്ല, വഴി മോശമാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഉൾപ്രദേശത്തോട് വരണ്ട എന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം നേരെ വൈക്കമ്പശൻ്റെ കത്തുമായി തിരുവനന്തപുരത്തിന് പോയി. അവിടെ തലേദിവസം സന്ദർശന സമയത്തോടെ ചെന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ഇന്ന് വി എസിനെ കാണാൻ പറ്റിയാൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഫയൽ പഠിക്കുകയാണ്. പിന്നീടാണത് പാം ഓയിൽ കേസുമായി ബന്ധപ്പെട്ട ഫയലാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നിരുന്ന് ഉറങ്ങി. ലോഡ്ജ് എടുക്കാനൊന്നും പൈസയില്ല. 125 രൂപയായിട്ടാണ് അന്ന് തിരുവനന്തപുരത്തിന് പോകുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ബസ് സ്റ്റാൻഡിൽ തന്നെ കുളിച്ചു, ബാത്റൂമിൽ പോയി ഭക്ഷണം കഴിച്ചു, വീണ്ടും ബാത്റൂമിൽ പോയി വീണ്ടും ഞാൻ രാവിലെ വി എസ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, സഖാവിനോട് ഇന്നലെയല്ലേ പറഞ്ഞത് കാണാൻ പറ്റിയായിരുന്നു. ഞാൻ ചോദിച്ചു, പാർട്ടി സെക്രട്ടറി ആണോ പ്രതിപക്ഷ നേതാവാണോ വലുത്? എനിക്കറിയണം. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം സഖാവ് വി എസിനെ കണ്ടിട്ടുണ്ട്. അതിലും വലിയ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വൈക്കമ്പശൻ്റെ കത്തുമായി വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ, കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി, DYFI ജില്ലാ കമ്മിറ്റി അംഗം. എനിക്ക് വി എസിനെ കാണാൻ അനുമതി തന്നേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാഫെല്ലാം പേടിച്ച് നിൽക്കുകയാണ്. വി എസ് അകത്തുനിന്ന് വരുന്നുണ്ട്. എന്താ സഖാവെ പ്രശ്നം? ഞാൻ പറഞ്ഞു, സഖാവെ കടുത്തുരുത്തി ബ്ലോക്ക് സമ്മേളനം KK ജോസഫിൻ്റെ നാട്ടുകാർ, സഖാവ് വന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് വൈക്കമ്പശൻ്റെ കത്തുണ്ട്. വിശ്വനും KKയും എന്നോട് പറഞ്ഞായിരുന്നു. ഉടനെ പറഞ്ഞു, സ്റ്റാഫിനോട് പറഞ്ഞു, കൊല്ലം ഡേറ്റ് കോട്ടയം നിന്നാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ 125 രൂപയുമായി ഇന്നലെ വന്നതാണെന്ന് പറഞ്ഞത് സഖാവ് വി എസ് കേട്ടിരുന്നു. അവിടെയാണ് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖം. ഉടനെ സ്റ്റാഫിനോട് എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന നല്ല സഖാവേ, സഖാവിൻ്റെ പ്രോഗ്രാമാണ്, അത് പറഞ്ഞാൽ പറ്റിയല്ല. സ്റ്റാഫിനോട് പറഞ്ഞു, ഇവനൊരു 150 രൂപ എടുത്ത് കൊടുക്കണം, എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വണ്ടിയാൽ തമ്പാനൂർ ഇറക്കണം. ഞാൻ പറഞ്ഞു, സഖാവെ ഒന്നും വേണ്ട, കൈ കൂപ്പി പിടിച്ച് ഒന്നും വേണ്ട, സഖാവ് വന്നാൽ മതി, ഭക്ഷണം കൊടുത്തു വിടാൻ പറഞ്ഞു. സ്റ്റാഫ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ദോശ ചമ്മന്തി എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല തന്നു. അവിടെ 150 രൂപ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മേടിക്കുകയില്ല. സ്റ്റാഫ് പറഞ്ഞു, പറ്റിയല്ല, വി എസ് ഒരു കാര്യം തരാൻ പറഞ്ഞു, തന്നില്ലെങ്കിൽ സഖാവിന് വി എസിൻ്റെ സ്വഭാവം അറിയില്ല, അത് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു നേതാക്കന്മാരിൽ നിന്നും, ആരും നേതാക്കന്മാർ മോശമാണെന്നല്ല, സാധാരണക്കാരനെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും സാധാരണ സഖാക്കളുടെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും വി എസ് മനസ്സിലാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത് അന്നാണ്. അതാണ് മനുഷ്യമുഖമുള്ള വി എസ് ഞാൻ പറയും. അങ്ങനെ അദ്ദേഹം നീടൂർ DYFI ബ്ലോക്ക് സമ്മേളനത്തിന് വന്നു. നല്ല നിലയിൽ നീടൂർ പ്രസംഗിച്ചു. ജനത്തിനെല്ലാം വി എസിൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും നീട്ടിയും കുറുക്കിയും ഉള്ള പ്രസംഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ആവേശകരമായ ഒരു സമാപന സമ്മേളനമായിരുന്നു. ഞാൻ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. അന്നത്തെ പോകാൻ നേരത്ത് ചോദിച്ചു, സഖാവെ തൃപ്തിയായോ?
തൃപ്തിയായി. എനിക്കത് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, ഞാൻ നീടൂർ ലോക്കൽ കമ്മിറ്റി ആഫീസ് സെക്രട്ടറി ആയിരിക്കുന്നത് എൻ്റെ ഓഫീസ് പണിത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവാകുന്ന VS വീണ്ടും വിളിക്കാൻ പോയി. അപ്പോൾ വന്ന് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഖാവേ എന്നെ ഓർക്കുന്നുണ്ടോ? കേക്കയുടെ നാട്ടുകാരൻ, ഞാനൊരു ബ്ലോക്ക് സമ്മേളനത്തിനോട് വന്നിരുന്നല്ലോ. അതെ, എത്ര വർഷം കഴിഞ്ഞു, 91 ശേഷം 2006 2007 അതേ 10-12 കാലത്തെ സമ്മേളനം നടക്കുന്നത്. എന്തൊരോർമ്മ. ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി സഖാവിന് നാട്ടുകാർക്ക് കാണണം. അതുകൊണ്ട് സഖാവ് പറഞ്ഞു. അപ്പോൾ VS 18-ാം മല പ്രക്ഷോഭമടക്കം ജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടം. ഞാൻ സഖാവ് വരണം, വഴി മോശമാണല്ലോ സഖാവ്, എനിക്ക് തീരെ ശാരീരിക അസ്വസ്ഥതയുണ്ട്, അല്ല വരാമായിരുന്നു. ഞാൻ പറഞ്ഞു, സഖാവിന് ഒരിക്കൽ കൂടി കാണണമെന്ന് നാട്ടുകാരുടെ ആവശ്യമാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, സഖാവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമായിട്ടില്ല, സെഞ്ചുറി അടിക്കും, ഞാൻ 100 വയസ്സ് വരെ ജീവിക്കും. അതുകൊണ്ട് സഖാവ് ധൈര്യമായിട്ട് പൊക്കൂ, പ്രോഗ്രാം ഞാൻ തരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നീടൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്മേളനം. ഒരു പാർട്ടിക്കോ ഒരു ഉത്സവമോ ഒരു പെരുന്നാളിനോ വരാത്ത നിലയിൽ VS പോലും ഞെട്ടിച്ച ജനസഞ്ചയമാണ്. എൻ്റെ പേർക്കല്ല, VS ഒരു പേര് മുതൽ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇരച്ചു കയറി, മാലയിട്ട് ആളുകളെ ഞങ്ങളെ തള്ളി. VS കണ്ണാടി താഴെ പോയി. അതാരും അദ്ദേഹത്തിന് ഒരു അമർഷവും ഉണ്ടായില്ല. പ്രസംഗം കഴിഞ്ഞ് പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു ഗവൺമെൻറ്. സണ്ണിരാഘവനാണോ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? ഈ ആളുകളെ എവിടെ നിന്ന് അണിനിരത്തി? ഞാൻ പറഞ്ഞു, പാർട്ടിക്ക് നേരിട്ട് സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ കടുത്ത നിയോജക മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ സഖാവിൻ്റെ പ്രസംഗം കേൾക്കാനും കാണുന്നതിനും വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സംഘാടകർ മാത്രം ഗുണമല്ല, സഖാവിൻ്റെ ഒരു ഇടപെടലും സഖാവിൻ്റെ ഒരു പോരാട്ടവും ഈ സമ്മേളനം നല്ല രീതിയിൽ വിജയിപ്പിക്കാനിടയാക്കിയിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. ബിലാൽ സലാം സഖാവെന്ന് ഞാൻ പറഞ്ഞു. ഒക്കെ സന്തോഷം തോന്നി വെച്ചു. സാധാരണ ഒരു നേതാക്കന്മാരിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വർത്തമാനമാണ്. അത് എൻ്റെ അനുഭവത്തിൽ ഒരു ഭയങ്കര സംഭവമാണ്. ഞാൻ എൻ്റെ 82-ൽ SLC പാസ്സായി അന്ന് മുതൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതാണ്. 6 മാസങ്ങൾ മുമ്പാണ് എൻ്റെ ശാരീരിക അസ്വസ്ഥത മൂലം പാർട്ടി പ്രവർത്തനം ഒഴിവായത്. എങ്കിലും ഞാൻ പറയുന്നു, ഞാൻ എല്ലാ നേതാക്കന്മാരുടെ അടുത്തും, നായനാർ മുതൽ ഇപ്പോഴത്തെ MP ഒന്നെടുത്ത് പോയിട്ടില്ല, ബാക്കി എല്ലാവരുടെയും നേതാക്കന്മാരുടെ പല കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആരും മോശമാണെന്നല്ല, പക്ഷേ ഇത്രയും ഒരു സാധാരണക്കാരായ സഖാക്കളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ, സശ്രദ്ധ കേൾക്കാൻ, അത് പരിഹരിക്കാൻ VS കാണിച്ച ആ നിശ്ചയദാർഢ്യം ഞാനൊന്നും സ്മരിക്കില്ല, ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം ഭേദമായി വീണ്ടും കർമ്മവിധനാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതിൻ്റെ ഒരിക്കൽ കൂടി പ്രകൃതിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാര അവസാനിപ്പിക്കുന്നു. ബിലാൽ സലാം സഖാക്കളെ.